ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്ന എന്റെ ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ്. രാവിലെ എഴുന്നേറ്റ് വന്ന പാടെ ഇങ്ങനെ ഒരു വർഷം തന്നതിനോട് ദൈവത്തിനോട് നന്ദിയൊക്കെ പറഞ്ഞു. പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് നേരെ റെഡിയാവാൻ പോയി. ഒരുപാട് നാള് കൂടി ഞാൻ എന്റെ വീട്ടിൽ ആഘോഷിക്കുന്ന ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് കുറച്ചധികം സ്പെഷ്യലും കൂടിയാണ്. പുത്തനുടുപ്പൊക്കെ ആണെങ്കിൽ ഞാനിപ്പോ പോകുന്നത് പള്ളിയിലേക്കാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ടാണെങ്കിലും നെയിൽ പോളിഷ് വരെ മാച്ച് ആയിട്ടാണ് ഞാൻ ഇട്ടിരുന്നത്. എന്റെ ബർത്ത്ഡേ കോഡിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഒരുപാട് പേർക്ക് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്കിലും ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ഞാൻ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്. എന്റെ ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് ഡ്രസ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് ഷൈമോളി ചേച്ചിയാണ്. ചേച്ചിയോട് ഞാൻ പറഞ്ഞനുസരിച്ച് പോക്കറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആയിട്ടാണ് എനിക്ക് ചെയ്തു തന്നത്. രാവിലെ എഴുന്നേക്കാൻ കുറച്ച് മടിയാണെങ്കിലും അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പള്ളിയിലേക്ക് നടക്കുമ്പോൾ ആ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, വല്ലാത്തൊരു വൈബ്. പ്രാർത്ഥനാലയങ്ങളിൽ പോകുമ്പോൾ ഉള്ളൊരു പോസിറ്റീവ് ഫീൽ അത് ഞാൻ പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ബർത്ത്ഡേ ദിവസം അച്ഛൻ പള്ളിയിൽ നമ്മുടെ പേരൊക്കെ വിളിച്ച് പറഞ്ഞ് നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും സമ്മാനം തരുകയൊക്കെ ചെയ്യും. അങ്ങനെ രാവിലെ തന്നെ ഒരുപാട് ബർത്ത്ഡേ വിഷ് കിട്ടി. രാത്രി 12 മണി മുതൽ തുടങ്ങിയതാട്ടോ. വീട്ടിൽ ചെന്നപാടെ എന്റെ മകനോടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു. എന്റെ ബർത്ത്ഡേ എന്നെക്കാളും കൂടുതൽ കാത്തിരുന്നത് ഇവനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹലോ ഗൈസ്, എന്റെ മേലാത്ത അമ്മ ഇവിടെ ഇരുന്നോട്ട് പായസം ഉണ്ടാക്കുവാണ്. എന്ത് പായസം മമ്മി? സേമിയ പായസം. അമ്മയോട് ഞാൻ പറഞ്ഞാണ് ഞാൻ ഉണ്ടാക്കാന്ന്. പക്ഷെ അമ്മയ്ക്ക് അത് അമ്മ പണ്ട് മുതൽ ഇങ്ങനെയാണ്. ബർത്ത്ഡേ വരുമ്പോൾ നമ്മളിവിടെ സ്ഥലത്തുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അമ്മയ്ക്ക് പായസം ഉണ്ടാക്കണം. ഇതിപ്പോൾ എൻ്റെ ആണെങ്കിലും ചേച്ചിയുടെ ആണെങ്കിലും ചേട്ടായുടെ ആണെങ്കിലും പിള്ളേരുടെ ആണെങ്കിലും ബർത്ത്ഡേ വരുമ്പോൾ മമ്മി പായസം ഉണ്ടാക്കും. അപ്പം ഞാനിവിടെ സൈഡിൽ ഇരുന്നിട്ട് പായസത്തിന് വറുത്ത് വെച്ച് അണ്ടിപ്പരിമ്പും കിസ്മിസും തിന്നോണ്ടിരിക്കുന്നു. എന്താളും തിന്നാവുള്ളതല്ലേ. നമ്മളെന്താ എന്താന്നറിയാവോ, നമ്മൾ ഈ പായസത്തിന് ഇടാൻ വേണ്ടി മാത്രമല്ല നെയ്യിൽ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ. കുറച്ചുകൂടി റിച്ച് പീപ്പിൾസ് ആണെങ്കിൽ ചായക്കൊക്കെ ഇതുപോലെ നെയ്യിലൊക്കെ വറുത്ത് കഴിക്കുമല്ലോ. അതെ, അല്ലാണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് എപ്പോഴും കുടിക്കാൻ ഇഷ്ടമുള്ള പായസം സേമിയ പായസം ആയതുകൊണ്ടാണ് അമ്മ അത് തന്നെ ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് ആ യൂഷ്വൽ ഡേ തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യൽ എന്ന് കുറെ പേര് ചോദിച്ചായിരുന്നു. മീൻകറിയും മീൻ വറുത്തതും പിന്നെ സോയാബീൻ മസാല വെച്ചതും അതുപോലെ തന്നെ സലാഡും ആണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് പായസവും കുടിച്ചു. ഗൈസ്, ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാനുള്ള പണിയിലാണ്. ഒരു പ്രാവശ്യം കേക്ക് ഉണ്ടാക്കി സക്സസ് ആയതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് കാശ് മുടക്കണ്ട, ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ ഓറിയോ കേക്കാണ്. ഓറിയോ ബിസ്ക്കറ്റ് ഒരു 2-2.5 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് എന്താ പറയുക, അത് മിക്സിയിലിട്ടിട്ട് ക്രീമും കേക്കും കൂടി വെച്ച് തന്നെ രണ്ടും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിടുമ്പം അതേ പീസായിട്ട് ഇടരുത് കേട്ടോ, കുറച്ചുകൂടി കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി വേറെ ഒന്നുമില്ല, ആ ഒരു കേക്കിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നവരെ നമ്മൾ പാലൊഴിച്ച് മിക്സ് ചെയ്യുക. ഇതിന്റെ കൂടെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ ഒരു മൂഡ് പോലെ ഇരിക്കും. ശരിക്കും ബീറ്റർ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ബീറ്റർ എടുത്ത് ബീറ്റ് ചെയ്യാം. ബട്ട് ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. ചിലവർ നേരെ പാലിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഇതാക്കി എടുക്കുന്നുണ്ട്. അതായത് അരയ്ക്കണം എന്നില്ല. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി വരും, കാണാൻ പറ്റുമല്ലോ അല്ലെ. ഇനി നമുക്ക് ട്രെയിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ബേക്കിംഗ് സോഡ ഇടാൻ മറന്നുപോയി. അപ്പൊ നമുക്ക് ബേക്കിംഗ് സോഡ ഇടാം. ബേക്കിംഗ് സോഡയെന്നാണോ പറയുക, നമ്മുടെ നാട്ടിൽ നമ്മൾ സോഡാപ്പൊടി എന്ന് പറയും. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഡിഫറെന്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല. നമ്മളിവിടെ സോഡാപ്പൊടി എന്നിട്ടാ പറയാ. കുറച്ച് ഇടുന്നുള്ളൂ ഞാന്. എനിക്കറിയില്ല എന്തോരം ഇടണമെന്ന്. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടാകും. സോ കുറച്ചിടാം നമുക്ക്. പൊങ്ങി വരാൻ വേണ്ടിയാണ് തോന്നുന്നു സോഡാപ്പൊടി ഇടുന്നത്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ പാൻ ഒന്ന് സെറ്റ് ആക്കാം. അതായത് നമുക്ക് ഓവൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെക്കുന്നത് നമ്മുടെ ഒരു പാന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കും. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടാറുണ്ട് കേട്ടോ അതില്. ഉപ്പിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു, പണ്ട് ഞങ്ങൾ ഉപ്പിട്ടിട്ടായിരുന്നു ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഉപ്പിട്ടില്ലെങ്കിൽ കരിയോന്ന് എനിക്കറിയില്ല, വലിയ ഐഡിയ ഇല്ല. സോ ഞാനപ്പോ നമ്മുടെ റിങ് ഇറക്കി വെച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കും. എന്നിട്ടാണ് നമ്മുടെ പാത്രം വെച്ചിട്ട് കവർ ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമുക്ക് പാത്രമൊക്കെ കഴുകി എടുത്തിട്ട് ഞാൻ വരാം.
ഈ ഒരു പാനാട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത് ഇവിടെ ഉച്ചത്തെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞൊരു ഇതിലാണ് അടുക്കള അടക്കുന്നത്. സാധാരണ അടുപ്പത്തിന് ക്ലീൻ ആക്കുന്നതാണ്. ക്ലീൻ ആക്കി പിന്നെ കുറെ പാത്രം കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം. അതെന്താ വെച്ചാലേ വേറെ ഒന്നുമല്ല, എനിക്കിന്ന് ഇഷ്ടംപോലെ മെസ്സേജ് വന്നു. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ മെസ്സേജുകൾ വന്നു. ഇത്രയും പേര് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പേഴ്സണൽ മെസ്സേജ് നമ്മുടെ പബ്ലിക് അക്കൗണ്ടിലും ഉണ്ട്, പ്രൈവറ്റ് അക്കൗണ്ടിലും ഉണ്ട്, വാട്സപ്പിലും ഉണ്ട്. ഒരുപാട് മെസ്സേജുകൾ വന്നിട്ട് ഇത്രയും പേര് നമ്മുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ വേണ്ടി 1 മിനിറ്റ് ആണെങ്കിലും നമുക്ക് തന്നല്ലോ. സോ താങ്ക് യു കേട്ടോ എല്ലാവർക്കും. അപ്പൊ ഞാൻ മെസ്സേജ് ഒക്കെ നോക്കിയിരുന്ന് റിപ്ലൈ അയച്ചിരുന്ന് സമയം പോയി. ഇപ്പൊ എന്റെ കൊച്ചു വരാറായിട്ടുണ്ട്. മേമയുടെ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കാൻ വേണ്ടി കേക്കൊക്കെ സെറ്റാന്ന് പറഞ്ഞാണ് അവൻ വരുന്നത്. എന്തായാലും ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ ഞാനിപ്പോ വെക്കുവാണേ. നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഉപ്പ് ഭരണി. ഈ ഉപ്പ് പിന്നെ നമുക്കൊന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എനിക്കറിയില്ല, കടല വറുക്കാൻ അങ്ങനെയൊക്കെ. ഞങ്ങളിവിടെ കടല വറുക്കാൻ നേരത്ത് ഉപ്പിട്ട് വരുന്നു. നമ്മുടെ കപ്പലണ്ടി ഇല്ലേ, അത് വറുക്കാൻ നേരത്ത് ഉപ്പിട്ടിട്ടാണ് ചെയ്യുന്നത്. മണലിന് പകരം ഉപ്പാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഞാനിത് അടച്ചു വെക്കുക കേട്ടോ. ഇനി എന്റെ കേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു പണി കിട്ടി. കേക്കിന്റെ ട്രേ ഞങ്ങൾ വാങ്ങി വെച്ചിരുന്ന കേക്കിന്റെ ട്രേ തന്നെ എടുത്തത്. പക്ഷെ എന്താ വെച്ചാലേ അത് ഭയങ്കര പരന്നതായിരുന്നു. അപ്പൊ ആകെ ഇത്തിരി സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പരന്ന് ഒരു ലെയർ മാത്രം പോലെ ആയിപ്പോയി ആ കേക്ക്. ഇനി കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം അതിലേക്ക് ഞാൻ നല്ല രീതിയിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന്റെ ടേസ്റ്റും കൂടി വരും. പിന്നെ ഉണ്ടല്ലോ, ഈ കേക്കിൽ ഞാൻ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതിനർത്ഥം ഹെൽത്തിയാന്നല്ല, എന്താ പറയാ, നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിന്റെ ആ ഒരു ക്രീം എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിൽ അത്യാവശ്യം ഇതുള്ളത് കൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമ്മുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സോഡാപ്പൊടിയുടെ എമൗണ്ട് കൂട്ടുവാണെങ്കിൽ കുറച്ചുകൂടി ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും. ബട്ട് സോഡാപ്പൊടി അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം. എന്താണെങ്കിലും നമ്മുടെ പാൻ ഒന്ന് പ്രീ ഹീറ്റ് ആയിട്ട് വരട്ടെ. 10 മിനിറ്റ് വെക്കണം. അപ്പൊ അത് കഴിഞ്ഞ് കാണാം. ഇപ്പൊ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്ക് ഉണ്ടാക്കണ പരിപാടി നമ്മുടെ അമ്മമാരോട് പറഞ്ഞൊരു ചീത്ത പറയും കേട്ടോ. കാരണം അത്യാവശ്യം ഗ്യാസ് പോകുന്നുണ്ട്. കറക്റ്റ് സൈസ് ആട്ടോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് എന്റെ കൈ കൊള്ളുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. എന്താണ് നമുക്കിത് അടച്ചു വെക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ കേക്ക് കവർ ചെയ്തൊന്നും ഇല്ല കേട്ടോ. ഇത്തവണ എന്താവും അറിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കവർ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. ഇത് സേമിയ പായസം കേട്ടോ. ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ്. പക്ഷെ കുറച്ച് വെള്ളം കൂടിപ്പോയി. വെള്ളത്തിന്റെ ഒരു ടേസ്റ്റ് നിൽക്കുന്ന ഒരു ഫീല് എന്താണെന്നറിയില്ല. അമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ബട്ട് എനിക്ക് ഇഷ്ടമായി കേട്ടോ. എനിക്കങ്ങനെ ആർക്കും ഇഷ്ടപ്പെടാത്ത സാധനങ്ങളൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമാവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഇതിന് ഒരു 20 മിനിറ്റ് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് വെന്തോന്ന് നോക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ അതൊന്ന് മൂടി തുറന്ന് നോക്കി. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് വെന്തോന്നറിയാൻ വേണ്ടി എന്തെങ്കിലും ക്ലീൻ ആയിട്ടുള്ള ഈർക്കിലോ കോലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കുത്തി നോക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. അതായത് നമ്മളത് കുത്തി നോക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു കോലിൽ കേക്കിന്റെ ഒന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം കേക്ക് ഉണ്ടാക്കുന്നതിൽ നമ്മൾ സക്സസ് ആയി. എന്റെ എബൂട്ടന്റെ സ്കൂളിൽ നിന്നുള്ള വരവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, എനിക്ക് രാവിലെ പള്ളിയിൽ നിന്ന് അച്ഛൻ ഗിഫ്റ്റ് തന്ന, ബർത്ത്ഡേക്ക് നമുക്ക് പള്ളിയിൽ നിന്ന് ഗിഫ്റ്റ് തരും. അങ്ങനെ അച്ഛൻ ഗിഫ്റ്റ് തന്ന കൊന്തയായിരുന്നു. ഏവർ ഇപ്പോഴാണ് അത് കണ്ടത്. എന്നിട്ട് അവൻ വന്ന പാടെ അതെടുത്ത് കയ്യേലിട്ട്. നീ എന്താ സുരേഷ് ഗോപിക്ക് പഠിക്കണ? കേക്ക് ഞാൻ കുറച്ചു നേരം തുറന്ന് വെച്ചിരുന്നു, നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി. കുറച്ചൊക്കെ തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആക്രാന്തം കൊണ്ടാണെന്ന് അറിയില്ല, അതും ഇനി അത് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. സംഭവം ഞാൻ സൈഡിൽ നിന്നൊക്കെ കുത്തി എടുത്തിട്ട് കേക്ക് വരുന്നില്ല. കുറച്ചുകൂടി തണുത്താൽ അത് ഓക്കെ ആകും എന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയെടുത്തത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറഞ്ഞാൽ ബട്ടർ പേപ്പറൊക്കെ യൂസ് ചെയ്യുന്നതായിരുന്നു. പക്ഷെ കേക്ക് പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് കരിഞ്ഞിരിക്കുന്നതായിട്ട് ഒരുപാട് പറ്റിപ്പിടിച്ചിരിക്കാണ്ട് നമുക്ക് ഫീൽ ആയി. ഒരു സൈഡ് നന്നായിട്ട് അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ സൈഡ് അതേപോലെ തന്നെയാണ് ഇരുന്നേച്ചത്. പക്ഷെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഹലോ ഗായ്സ്, ഞാൻ കൂടി എവിടെ പോകുന്നു? വൈക്കത്ത് പോകുന്നു. ഇന്ന് കൂട്ടന് മേമാരുടെ ട്രീറ്റ്. എപ്പോഴും ഗുഡ് ബോയ് ആയതിന് മാത്രം. ബാമേ ബാമേ
അമ്മയ്ക്ക് ഭയങ്കര മടിയായിട്ട് എനിക്ക് വയ്യെന്ന് പറഞ്ഞു. അയബൂട്ടെ വിളിച്ചോണ്ട് മാത്രം അമ്മ വന്നു. ബാ ഞങ്ങൾ പോയിട്ട് വരാം. ടാറ്റ കൊടുത്തിരിക്കും. Happy birthday, sha la 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 la. Happy birthday, sha la 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 la. Happy birthday, sha la 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 la. ഇന്ന് രാവിലെ മുതൽ എബൂട്ടൻ ഇടക്കിടയ്ക്ക് വന്ന് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയാൻ പാട്ട് പാടി തരുമൊക്കെ ചെയ്തായിരുന്നു. നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് വൈക്കത്തെ ഉമാമി റെസ്റ്റോറന്റിലാണ്. ഒരുപാട് നാളുകൂടിയാട്ടോ ഇങ്ങനെ എല്ലാവരോടും ഫുഡ് കഴിക്കാനൊക്കെ പോകും. എന്റെ ചിലവെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു വൈക്കത്ത് പോയത്. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ചേച്ചിയും ചേട്ടനും കൂടി എനിക്ക് തന്ന സർപ്രൈസ്. 2-3 പേരേക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഞങ്ങളുടെ നാട്ടിലേക്ക് ആമസോണും ഫ്ലിപ്കാർട്ടൊന്നും ഡെലിവറി ഇല്ലാഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ട് കാശ് പോയി എന്നല്ലാണ്ട് സാധനം വന്നില്ല എന്ന് പറഞ്ഞു. സാരില്ല കേട്ടോ, നിങ്ങൾ ആ ഒരു എഫേർട്ട് എടുത്തില്ലേ, ഗിഫ്റ്റ് തരാനുള്ള മനസ്സ് കാണിച്ചില്ലേ, അതിൽ തന്നെ ഞാൻ ഹാപ്പി. വൈക്കത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് പെട്രോൾ അടിക്കാനാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മ വിളിച്ചായിരുന്നു. അവക്കും ബിൻസിക്കും ഒക്കെ ട്രീറ്റ് അങ്ങ് മിസ്സായി പോയി. വളരെയധികം സമാധാനപരമായിട്ടുള്ള എന്നാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു ഇത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ എന്റെ ഫാമിലിയിലൂടെ തന്നെ എന്റെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ എപ്പോ വീഡിയോ എടുത്താലും മാളുവാണെങ്കിൽ കണ്ണുപൊത്തിരിക്കും. അവൾക്ക് ഭയങ്കര ചമ്മലാട്ടോ. എന്താണെന്നറിയില്ല, അവൾ അങ്ങനെ ചമ്മുന്നത് കാണുവാണെങ്കിൽ എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ. പെട്രോൾ അടിക്കാൻ നിൽക്കുന്നവര് നമ്മളെങ്ങാനും പറ്റിച്ചാലോ നെയ്പൂട്ടിനും ഏവാങ്കൂട്ടിനും ഒരു ഡൗട്ട്. അതുകൊണ്ടാണ് കറക്റ്റ് കാശിന് പെട്രോൾ അടിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. തിരിച്ചു പോന്നപ്പോ പെട്രോൾ അടിച്ചു തന്ന ചേച്ചിയോട് ബൈ ബൈ പറയാനും എന്റെ വാങ്കൂട്ടം മറന്നില്ല കേട്ടോ. എവരുടെ കടയുടെ സ്പെല്ലിംഗ് വായിച്ചടാ. ട്രാൻസ് അതിനുള്ളിൽ എഴുതിയേക്കണ എന്താ? ഹാപ്പി ഓണം. ഈ കൊച്ചു കേരളത്തിലെ ഞങ്ങളുടെ നാട്ടില് തമിഴ്നാടിന് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. അതാണ് ഈ തന്തൈ പെരിയാർ പാർക്കൊക്കെ. ഇവിടുത്തെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് നാളായെങ്കിലും ഞാനിതിൽ കയറിയിട്ടേ. മാളൂനെ അന്നറോസിനെയൊക്കെ കൊണ്ട് ആക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ വന്ന ഉടനെ തന്നെ കേക്ക് മുറിച്ചു. കേക്കിന്റെ ബാക്കി പണികളൊക്കെ വീട്ടിൽ വന്നിട്ട് ചെയ്യാനായിരുന്നു എന്റെ പ്ലാൻ. ബട്ട് ടൈം അതുകൊണ്ട് ഉള്ളത് വെച്ചങ്ങ് ആഘോഷിച്ചു. ക്രീമൊക്കെ ഉണ്ടാക്കാൻ ഞാൻ പ്ലാൻ ചെയ്തെങ്കിലും എന്റെ മടി എന്നെ അതിനെ അനുവദിക്കാതിരുന്നത് കൊണ്ട് കേക്കിന് ഞാൻ കുറച്ച് തട്ടിക്കൂട്ട് പണികൾ മാത്രമാണ് ചെയ്തത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത കേക്കിന്റെ പുറത്തേക്ക് ഡയറി മിൽക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യാണ് ചെയ്തത്. ഒരു ലുക്ക് കിട്ടിക്കോട്ടെ കരുതി ഓറിയോ ബിസ്ക്കറ്റ് മുറിച്ചിട്ട് ടോപ്പിംഗ്സ് ആയിട്ട് വെച്ചു കൊടുത്തു. ഇപ്പൊ എന്തും എനിക്ക് ക്രീം കേക്കിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് എന്റെ ബർത്ത്ഡേക്ക് ആരും കേക്ക് ഓർഡർ ചെയ്യല്ലേ, ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് വീട്ടിലൊക്കെ പറഞ്ഞു. ചെറിയ കേക്ക് ആയിരുന്നെങ്കിലും ഞാൻ മുറിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അമ്മച്ചിക്കും ആന്റിക്കും ഒക്കെ കൊടുത്തു വിടുകയും ചെയ്തു. ഇതൊക്കെ ആയിരുന്നു എന്റെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചൊരു തനി നാടൻ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. നേരം വൈകിയതുകൊണ്ട് കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോഴേ അന്നമോളും മാളും ഒക്കെ പോയി. നാളെ വേണ്ടി ടാറ്റ. ടാറ്റതാ ബിൽസൺ കോമസ് ടാറ്റ. ഹലോ ഗായ്സ്, എന്റെ ബർത്ത്ഡേ ദിവസം ഇന്ന് അവസാനിക്കുകയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ? സൂപ്പർ ആയിരുന്നോ? കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കേക്ക് സൂപ്പർ, എല്ലാം സൂപ്പർ. ദേവൂടെ കേക്ക് ഉണ്ടായിരുന്നു? എപ്പോഴും ഇഷ്ടപ്പെട്ടോ കേക്ക്? ഇഷ്ടപ്പെട്ടു ഗായ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു ഓറിയോ കേക്ക്? സൂപ്പർ ആയിരുന്നു. കടയിൽ പോലും ഇത്ര നല്ലത് കിട്ടിയത് അല്ലെ? ഇന്ന് പേമനെ പഠിച്ചൊക്കെ കേൾപ്പിച്ച് ഗുഡ് ബോയ് ആയിരുന്നു. അങ്ങനെ ഞങ്ങള് ബർത്ത്ഡേ ഒക്കെ അടിച്ച് പൊളിച്ച്. മമ്മി എന്താ പറയാനുള്ളത്? ഇത്ര നല്ലൊരു മകളെ കിട്ടിയതിന് ദൈവത്തിന് പറയുന്നുണ്ട്. അത് രാവിലെ ഞാൻ പറഞ്ഞു. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ